പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും നാടായ യുഎഇയിലേക്ക് ജോലി അന്വേഷിച്ചും നാട് കാണാനുമായി എത്തുന്ന മലയാളികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും വിശാലമായ തൊഴിലവസരങ്ങൾക്കുമിടയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ എത്തുന്നവരിൽ പലരും അറിയാതെ പോകുന്ന ചില വലിയ നിയമക്കുരുക്കുകളുണ്ട്. യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലമോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ചെയ്യാതിരുന്നിട്ടും കേവലം ഒരു ചെറിയ അശ്രദ്ധയുടെ പേരിൽ യുഎഇയിലേക്ക് പിന്നീട് ഒരിക്കലും വരാൻ കഴിയാത്ത വിധം ആജീവനാന്ത വിലക്ക് ലഭിച്ച ആയിരക്കണക്കിന് മലയാളികളുണ്ട്. സന്ദർശക വിസയിൽ വന്ന് തൊഴിൽ അന്വേഷിക്കുന്ന ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണമാണിത്. സാധാരണയായി 30-60 ദിവസത്തെ സന്ദർശക വിസയിലാണ് മിക്കവാറും ആളുകൾ യുഎഇയിൽ എത്തുന്നത്. തൊഴിൽ അന്വേഷണത്തിനിടയിൽ പലപ്പോഴും വിസയുടെ കാലാവധി അവസാനിക്കുന്ന കാര്യം പലരും ഗൗരവകരമായി എടുക്കാറില്ല. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരും. അതിനുശേഷം മടങ്ങാം എന്നോ അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് ചെറിയൊരു പിഴയടച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. നിലവിലെ യുഎഇയിലെ ഇമിഗ്രേഷൻ നിയമപ്രകാരം സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞാൽ രാജ്യത്ത് തുടരുന്ന ഓരോ ദിവസത്തിനും 50 ദിർഹം വീതമാണ് പിഴ ഈടാക്കുന്നത്. 1-2 ദിവസത്തെ കാലതാമസമാണെങ്കിൽ ഈ പിഴയടച്ച് വളരെ എളുപ്പത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. എന്നാൽ ഒരുപാട് ആളുകൾക്ക് അബദ്ധം പിണയുന്നത് ഈ പിഴയുടെ ഗൗരവം മനസ്സിലാക്കാതെ ഒരാഴ്ചയോ അതിൽ കൂടുതലോ രാജ്യത്ത് തുടരുമ്പോഴാണ്. പ്രശ്നം അവിടെ തുടങ്ങുകയല്ല, മറിച്ച് പൂർണ്ണമായും കൈവിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി യുഎഇയിലേക്ക് സന്ദർശക വിസയിൽ വരുമ്പോൾ ആ വിസ സ്പോൺസർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിരിക്കും. സന്ദർശകർ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടർന്നാൽ അത് നേരിട്ട് ബാധിക്കുന്നത് ഈ ട്രാവൽ ഏജൻസികളെയാണ്. തങ്ങൾ വഴി വിസയെടുത്ത് വന്ന വ്യക്തികൾ കൃത്യസമയത്ത് രാജ്യം വിട്ടു പോയില്ലെങ്കിൽ യുഎഇ ഗവൺമെൻറ് പ്രസ്തുത ട്രാവൽ ഏജൻസിയുടെ ഇമിഗ്രേഷൻ പോർട്ടൽ ബ്ലോക്ക് ചെയ്യുകയും അവർക്ക് കനത്ത പിഴ ചുമത്തുകയും ചെയ്യും. പുതിയ വിസകൾ അടിക്കാൻ കഴിയാതെ തങ്ങളുടെ ബിസിനസ് തന്നെ പൂട്ടിപ്പോകേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഏജൻസികൾ കണ്ടെത്തുന്ന നിയമപരമായ വഴിയാണ് അബ്സ്കോണ്ടിംഗ് റിപ്പോർട്ട് ചെയ്യുക എന്നത്. മലയാളത്തിൽ ലളിതമായി പറഞ്ഞാൽ ആൾ ചാടിപ്പോയി അല്ലെങ്കിൽ ഒളിച്ചോടി എന്ന് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുന്ന പ്രക്രിയയാണിത്. വിസയുടെ കാലാവധി കഴിഞ്ഞ് ഒരാഴ്ചയോ അതിൽ കൂടുതലോ ആകുമ്പോഴേക്കും തങ്ങളുടെ ഉത്തരവാദിത്തം ഒഴിവാക്കാനായി ട്രാവൽ ഏജൻസികൾ ഈ വ്യക്തിക്കെതിരെ അബ്സ്കോണ്ടിംഗ് ഫയൽ ചെയ്യും. അതോടെ ഈ വ്യക്തിയുടെ ഫയൽ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. തനിക്കെതിരെ ഇത്തരമൊരു കേസ് ഫയൽ ചെയ്യപ്പെട്ട വിവരം ആ വ്യക്തി അറിയുന്നത് തന്നെ ചിലപ്പോൾ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വിസ പുതുക്കാൻ ശ്രമിക്കുമ്പോഴോ ആയിരിക്കും. ഒരിക്കൽ ഫയൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ സാധാരണഗതിയിലേക്ക് നാട്ടിലേക്ക് മടങ്ങാനോ പുതിയ വിസയിലേക്ക് മാറാനോ സാധിക്കില്ല. ഈ അബ്സ്കോണ്ടിംഗ് സ്റ്റാറ്റസ് മാറ്റണമെങ്കിൽ വലിയൊരു കടമ്പ കടക്കേണ്ടതുണ്ട്. അതിന് വിസ നൽകിയ ട്രാവൽ ഏജൻസിയുടെ സഹായം തന്നെ ആവശ്യമാണ്. എന്നാൽ ഈ കേസ് പിൻവലിക്കാൻ ഏജൻസികൾ വലിയൊരു തുകയാണ് ഈടാക്കുന്നത്. നിയമപരമായ ഫീസുകൾക്കും മറ്റുമായി ചുരുങ്ങിയത് 4000 ദിർഹം മുതൽ ചിലപ്പോൾ അതിന് മുകളിൽ വരെ ചിലവ് വന്നേക്കാം. ഇതിനു പുറമെ വിസ കാലാവധി കഴിഞ്ഞതിന് ഓരോ ദിവസവും 50 ദിർഹം വെച്ച് കയറുന്ന പിഴയും അടക്കേണ്ടി വരും. ജോലി അന്വേഷിച്ച് വന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും ഈ തുക. ഇതോടെ അവർ യുഎഇയിൽ പൂർണ്ണമായും കുടുങ്ങിപ്പോകുന്നു. സാമ്പത്തികമായി കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയാത്തവർ പിന്നീട് യുഎഇയിൽ ഭയന്നാണ് ജീവിക്കുന്നത്. ഈ അവസ്ഥയിൽ പ്രധാനമായും 2 പ്രതിസന്ധികളാണ് അവർക്ക് നേരിടേണ്ടി വരിക. ഒന്നാമതായി, അബ്സ്കോണ്ടിംഗ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണ്. റോഡിലോ മെട്രോ സ്റ്റേഷനുകളിലോ മറ്റോ വെച്ച് പോലീസോ അല്ലെങ്കിൽ CID വിഭാഗമോ നടത്തുന്ന സാധാരണ പരിശോധനകളിൽ പിടിക്കപ്പെട്ടാൽ അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും പിന്നീട് നാട്ടിലേക്ക് നാട് കടത്തുകയും, അതായത് ഡീപ്പോർട്ടേഷൻ ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ വഴി അല്പം കൂടി സമാധാനപരമാണെന്ന് തോന്നാമെങ്കിലും പ്രത്യാഘാതം വലുതാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഭീമമായ പിഴയടക്കാൻ ഗതിയില്ലാത്തവർ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്ന ചിന്തയിൽ ഔട്ട് പാസ് എന്ന സംവിധാനത്തെ ആശ്രയിക്കും. പിഴയടക്കാതെ തന്നെ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ അധികാരികൾ നൽകുന്ന ഒരു പ്രത്യേക അനുമതിയാണിത്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ദുരന്തം ഒളിഞ്ഞിരിക്കുന്നത്. നാട് കടത്തപ്പെട്ടാലും ഔട്ട് പാസ് വഴി നാട്ടിലേക്ക് മടങ്ങിയാലും ഈ വ്യക്തികളുടെ വിരലടയാളവും കൃഷ്ണമണിയുടെ സ്കാനിങ്ങും അടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ യുഎഇ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തും. ഇതിനർത്ഥം പിന്നീട് ഒരിക്കലും ഒരു തൊഴിൽ വിസയിലോ സന്ദർശക വിസയിലോ അവർക്ക് യുഎഇ എന്ന രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ്. ഒരു ചെറിയ അശ്രദ്ധ മൂലം പ്രവാസ ലോകത്തേക്കുള്ള അവരുടെ വാതിലുകൾ എന്നേക്കുമായി അടയുന്നു. ആദ്യമായി വരുന്നവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാണ് എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. എന്നാൽ നിയമം അറിയാതിരിക്കുന്നത് ഒരു ഒഴിവ് കഴിവല്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ട്രാവൽ ഏജൻസികളും വിസ നൽകുമ്പോൾ തന്നെ ഈ അടിസ്ഥാന നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ജോലി ലഭിക്കുമെന്ന അമിത പ്രതീക്ഷയിലും സമ്മർദ്ദത്തിലും പലരും അത് മറന്നുപോകുന്നു. യുഎഇ എന്നത് നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. ഓരോരുത്തരുടെയും സുരക്ഷയും രാജ്യത്തിൻ്റെ ക്രമസമാധാനവും നിലനിർത്താനാണ് ഇത്തരം നിയമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുഎഇയിലേക്ക് സന്ദർശക വിസയിൽ വരുന്നവർ തങ്ങളുടെ വിസയുടെ കാലാവധി എന്ന് അവസാനിക്കുന്നുവെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം.
കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ വിസ പുതുക്കാനുള്ള നിയമപരമായ വഴികൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി വിസ മാറുകയോ ചെയ്യുക. അതല്ലെങ്കിൽ കൃത്യസമയത്ത് നാട്ടിലേക്ക് മടങ്ങി പുതിയ വിസയിൽ തിരികെ വരിക. കേവലം കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിനായി കാണിക്കുന്ന അലംഭാവം നിങ്ങളുടെ ഒരു ജീവിതകാലത്തെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് എന്ന സത്യം എപ്പോഴും ഓർമ്മിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.